ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഫേമസ് നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടുള്ള പാലക് പനീറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത്. ചീരവർഗ്ഗത്തിൽപ്പെട്ട പാലക്കിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം മാത്രമല്ല, അയൺ, മഗ്നീഷ്യം തുടങ്ങിയവയും ധാരാളമായി പാലക്കിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് പനീർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കാത്തവരൊക്കെ നിർബന്ധമായും അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പനീർ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പാലക് പനീറിൻ്റെ റെസിപ്പി. അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി 1/2 കിലോ പാലക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാലക്ക് നമ്മളൊരു അല്പം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് പനീറാണ്. 250 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവോള, ടൊമാറ്റോ, 2 പച്ചമുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ: ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ഇല ഇതുപോലെ ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പാക്കറ്റിലും കിട്ടും. ഇനി നമുക്ക് നമ്മുടെ പാലക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാനൊരു കുക്കറിലാണ് അത് വേവിക്കാനായിട്ട് പോകുന്നത്. തുറന്ന പാത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുക്കറിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗ്യാസൊക്കെ ലാഭമുണ്ട്. അപ്പം ഞാനത് കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സവാളയും ടൊമാറ്റോയും പച്ചമുളകും എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പാലക്ക് വേവിക്കുമ്പോൾ ചിലർ അതിനകത്ത് തുറന്ന പാനിൽ വെച്ചിട്ട് നന്നായിട്ടത് വേവിച്ചതിന് ശേഷം അതിൻ്റെ ആ വെള്ളം കളയാറാണ് പതിവ്. എന്നാൽ ഞാൻ ഇതിൽ ഇപ്പം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ഞാൻ ഇതിനെ അരയ്ക്കുന്നതിനായിട്ടും അതുപോലെ കറിക്ക് വേണ്ടിയിട്ടുമൊക്കെ ഞാൻ ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ പാലക്ക് മാത്രമല്ല, ഏതൊരു ഇലയും ഏതൊരു വെജിറ്റബിൾ ആയാലും നമ്മൾ ആ വെള്ളം കളയുകയാണെങ്കിൽ അത്രമാത്രം അതിൻ്റെ വൈറ്റമിൻസ് നഷ്ടപ്പെടും. ഇനി ഒരു പാനിലേക്ക് അല്പം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പം കടുകിന് പകരം ജീരകം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ നോർത്ത് ഇന്ത്യൻ റെസിപ്പികളിലൊക്കെ കടുകെണ്ണയാണ് ഉപയോഗിക്കാറ്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, വെളിച്ചെണ്ണ അല്ലാത്ത ഏതെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, സവോള, അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ നന്നായിട്ടിപ്പം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും ചേർത്ത് മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
ടൊമാറ്റോ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൊമാറ്റോ ഇപ്പോൾ നന്നായിട്ട് ഉടയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാലക്ക് എന്തായാലും നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഈ ഒരു മസാലക്കൂട്ടും കൂടെ അതിൻ്റെ കൂടെ അരച്ചെടുക്കാവുന്നതാണ്. എളുപ്പം നമ്മൾക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ കിട്ടുകയും ചെയ്യും. ഇടയ്ക്ക് കഷ്ണങ്ങളൊന്നും കിടക്കത്തുമില്ല. എന്നാലും ഞാനിപ്പോൾ ആ പാലക്ക് അരയ്ക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ആ കളറ് മിസ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ അതിൻ്റെ കൂടെ അരയ്ക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ പാലക്ക് അരച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് സമയം നമുക്ക് ഈ ഒരു പാലക്കിൻ്റെ മിക്സ്ചർ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പനീർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 3 to 4 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ പനീറിന് ഒരു കട്ടിയായിട്ട് മാറും. അപ്പം പനീറിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ ഒരുപാട് സമയം പനീർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പനീർ ഡയറക്റ്റ് നമുക്ക് കഴിക്കാവുന്നതാണ്. സലാഡിലോ മറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് പനീർ അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്, കുക്ക് ചെയ്യാതെ തന്നെ. അപ്പോൾ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കസൂരി മേത്തിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസൂരി മേത്തി നമ്മുടെ കയ്യിലോട്ടിട്ട് ഒന്ന് തിരുമ്മി കൊടുത്താൽ അതങ്ങ് പൊടിഞ്ഞ് കിട്ടും. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ക്രീം വേണമെങ്കിലും ഫ്രഷ് ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ കസൂരി മേത്തിക്കും ഒരു ബട്ടറിൻ്റെ ടേസ്റ്റാണ്. നമ്മുടെ കറിക്ക് ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ കസൂരി മേത്തിക്ക് ഒരു കഴിവുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒരുപാട് മസാലകളൊന്നും വേണ്ട. ആ പാലക്കിൻ്റെയും പനീറിൻ്റെയും ഒക്കെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റിൽ വളരെ ടേസ്റ്റി ആയിട്ട് മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പാലക് പനീർ എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയാലും കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എന്നും നമ്മൾ ഒരേ റെസിപ്പികൾ തന്നെ, നാടൻ വിഭവങ്ങൾ തന്നെ തയ്യാറാക്കാതെ ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐറ്റംസൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ ഒരു വെറൈറ്റി ആകുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കുമല്ലോ. അടുത്ത നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.